ഹലോ എവ്രി വൺ. ഇന്ന് നമുക്കൊരു സിമ്പിൾ ആൻഡ് ഈസി കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനിപ്പോൾ അതാ ഞാൻ ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 വെളുത്തുള്ളി, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ ചെറിയ പീസ് പട്ട, ഒരു ക്ലോവ്സ്, പിന്നെ ഒരു കാടമം, പിന്നെ ഒരു 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ് നമ്മുടെ പെരിഞ്ജീരകം, പിന്നെ ഒരു 2 സ്പൂൺ നമ്മുടെ പൊട്ടുകടല 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ കശകശ അതെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി. നിങ്ങൾക്ക് പുളി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 തക്കാളി എടുക്കാം. പിന്നെ നാളികേരം ഇതൊരു ഒരു 1 കപ്പിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട് ഞാൻ നാളികേരം. പിന്നെ ഒരു 1 ടീസ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/4 ടീസ്പൂൺ നമ്മുടെ ടർമറിക് പൗഡറും ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചു. ഇപ്പോൾ ദാ കുക്കർ ചൂടാക്കി എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ബേ ലീഫ്, ഒരു പട്ട, ഒരു ഗ്രാമ്പു, ഒരു കാടമം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ കരിവേപ്പിലയും പിന്നെ കുറച്ച് പുതിനയിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഒരു ട്രാൻസ്ലൂസൻറ്റ് ആയാൽ മതി. എന്നിട്ട് ഇപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 3 to 4 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം, അതിൻ്റെ പച്ചമണം പോകുന്നവരെ. എന്നിട്ട് ആ മിക്സിയിൽ നമ്മൾ കഴുകി ആ വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വേറെ വെജിറ്റബിൾ ഒന്നും ഇല്ല, ഈ കുറുമ കൂട്ടിയിട്ടാണ് ഇഡ്ഡലിക്ക് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ 2 കപ്പോളം വെള്ളം ചേർത്തു, പാകത്തിന് ഉപ്പും ചേർക്കുക. ഇനിയിപ്പോൾ നമ്മൾ കുക്കർ അടച്ച ശേഷം ഒരു 3 വിസിലിനാണ് നമ്മൾ ഈ കുറുമ റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. വേറെ വെജിറ്റബിൾ ഒന്നുമില്ല, ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന അരപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതാ കുക്കറും ക്ലോസ് ചെയ്ത് ഒരു 3 വിസിൽസ് നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും ഇവിടെ ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ 3 വിസിലൊക്കെ വന്നു, കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. ഇതാ തുറക്കുകയാണ്. ഇതാ കണ്ടില്ലേ, എണ്ണയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇടാം. അങ്ങനെ നല്ല അടിപൊളി കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ ആയിരിക്കും അസലായിരിക്കുക. പിന്നെ ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ്. ഇതിരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവും. നമ്മൾ പൊട്ടുകടല ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ പൊട്ടുകടലയ്ക്ക് പകരം വേണമെങ്കിൽ നിലക്കടല ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കാഷ്യൂനട്ട്സ് ആഡ് ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ പൊട്ടുകടലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇഡ്ഡലിക്ക് ഞങ്ങളിതാ ഈ കുറുമയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളിയാണ്. എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും. ഇത് ചട്നിക്ക് പകരം, എപ്പോഴും ചട്നിയും സമ്മന്തിക്കും പകരം ഇങ്ങനെ ഒരു കുറുമ നമുക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.